الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹം ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ആദരണീയ മാസങ്ങളിൽപ്പെട്ട റജബ് നമ്മിൽ നിന്നും വിട പറയാൻ അടുത്തിരിക്കുകയാണ്. ഏകദേശം ഒരു 10-40 ദിവസം കഴിയുമ്പോൾ പരിശുദ്ധ റമളാൻ ഒന്നുകൂടി നമ്മിലേക്ക് സമാഗതമാവുകയാണ്. പൂർണ്ണ ആരോഗ്യത്തോടെ റമളാനിനെ വരവേൽക്കാൻ, പൂർണ്ണ ഈമാനോടെ റമളാനിനെ ഉൾക്കൊള്ളാൻ, പരിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഉള്ള ഒരവസരമാക്കി അള്ളാഹു വരുന്ന റമളാനിനെ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. സഹോദരങ്ങളെ, നാം എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു നമുക്ക് ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള സമയം കഴിയുമ്പോൾ തീർച്ചയായും നാം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരുമാണ്. മുൻകാലത്തുള്ള ആരും ഇവിടെ നിലവിലില്ല. ഇപ്പോഴുള്ളവരാരും ഇനി കുറേ നാളുകൾക്ക് ശേഷം ഈ ഭൂമിയുടെ മുകളിലില്ല. ഇങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഇതിനൊരു അവധി എത്തുമ്പോൾ, അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ, ഈ ഭൂമിയെ അള്ളാഹു വേറൊരവസ്ഥയിലായി മാറ്റുകയും ആദ്യം മുതൽ ഇവിടെ വന്ന അവസാനം വരെയുള്ള എല്ലാവരെയും അള്ളാഹു അവിടെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ആ ദിവസത്തിൻ്റെ വിജയത്തിനായിരിക്കണം ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ എല്ലാ സമയങ്ങളിലും സമയം ചെലവഴിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും. അല്ലാതുള്ളതെല്ലാം നിഷ്ഫലമാണ്, ശൂന്യമാണ്.
നരകത്തിൻ്റെ കത്തിക്കാളുന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം ഏതെന്ന് മനസ്സിലാക്കി നാം നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ ആസ്വദിക്കും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഇവിടെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂലി നിങ്ങൾക്ക് പൂർണ്ണമായി തരുന്നത് ഖിയാമത്ത് നാളിലാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ, അന്ന് ആര് നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നോ, വ ഉദ്ഖിലൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് മഹാഭാഗ്യം കിട്ടുന്നു, ഫഖദ് ഫാസ്, അവനാണ് വിജയി. അപ്പോൾ സ്വർഗപ്രവേശനത്തിന് അവസരവും ചാൻസും കിട്ടി, നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് വിജയി എന്നും അല്ലാത്തവരെല്ലാം പരാജിതരാണ് എന്നുമാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വിജയത്തിൻ്റെ കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ഈ ഭൂമിയുടെ മുകളിലുള്ളത്, അത് പരിശുദ്ധ ഖുർആനാണ്. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു നബിമാരെ നിയോഗിച്ചതും അവസാനത്തെ നമ്മുടെ നബിയെ നിയോഗിച്ചതും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരുടെ പൂർത്തീകരണത്തിന് ശേഷം പിന്നീട് അള്ളാഹു ഇതിനെ കൈകാര്യം ചെയ്യാനും ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുക്കാനും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് ഉലമാക്കളെയാണ്, പണ്ഡിതന്മാരെയാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്നും ഉലമാക്കളാണ്, വിവരമുള്ളവർ, അറിവുള്ളവരാണ്. അവർ നന്നായാൽ, അതുപോലെ സമൂഹത്തിലെ ഉമറാക്കൾ, നേതാക്കന്മാർ, അവരും നന്നായാൽ സമൂഹം ആകെ നന്നാവും. അവർ പിഴയ്ക്കുകയോ അവർ നശിക്കുകയോ അവർ വഴികേടിലാവുകയോ ചെയ്താൽ സമൂഹവും അങ്ങനെ തന്നെയായിത്തീരും. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിൻ്റെയും അത് പഠിച്ചവരുടെയും മഹത്വം പല പ്രാവശ്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആബിദും അഥവാ ഇബാദത്ത് ചെയ്യുന്നവനും ആലിമും അറിവുള്ളവനും ഈ രണ്ട് കൂട്ടരും നല്ലവരാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും വ്യത്യാസം ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെയാണ്. തുടർന്ന് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വ ഇന്നൽ ഉലമ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ വാരിസുകളാണ്, അനന്തരം എടുത്തവരാണ്. വ ഇന്നൽ അംബിയ, നബിമാർ ലം യുവരിസു ദീനാറൻ വല ദിർഹമ, നബിമാർ ഇവിടെ ദീനാർ അല്ലെങ്കിൽ ദിർഹം അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ രൂപ അല്ലെങ്കിൽ സമ്പത്ത്, ഇതൊന്നുമല്ല അവർ ഇവിടെ അനന്തര സ്വത്തായി വിട്ടേച്ചു പോയത്. നമ്മളൊക്കെ മരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലവും അതുപോലെ ബിൽഡിങ്ങുകളും അതുപോലെ സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് മക്കൾക്ക് സമ്പത്തിട്ടേച്ചു പോകുന്നു. എന്നാൽ ഏറ്റവും ഉന്നത മനുഷ്യരാകുന്ന പ്രവാചകന്മാർ ഇവിടെ നമുക്ക് വേണ്ടി ഇട്ടേച്ചു പോയത്, അനന്തര സ്വത്തായി നൽകിയത് വ ഇന്നമ വറസു അൽ ഇൽമ, അറിവിനെയാണ്. ഫമൻ അഖദഹു, ആര് അവർ ഇവിടെ നമുക്ക് തന്നേച്ചു പോയ അറിവിനെ എടുത്തോ പിടിച്ചോ സ്വീകരിച്ചോ, അഖദ ബി ഹള്ളിൻ വാഫിർ, പൂർണ്ണമായ അനന്തര സ്വത്ത് അവൻ കിട്ടി. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഭൂമിയിൽ മരണത്തിന് ശേഷം ഉപേക്ഷിച്ചു പോയ അനന്തര സ്വത്തെടുത്ത പണ്ഡിതന്മാർ, ആ നബിമാർ എന്താണോ ആ അനന്തര സ്വത്ത് കൊണ്ട്, ഇൽമു കൊണ്ട് അവർ നിർവഹിച്ച ദൗത്യവും ഉത്തരവാദിത്വവും, അത് നിർവഹിക്കലാണ്
അത് നിർവഹിക്കാത്ത ഒരവസ്ഥയാണ് അറിവ് പഠിച്ചവൻ ഉള്ളതെങ്കിൽ തീർച്ചയായും സല്ലത്തുൽ ആലിം സല്ലത്തുൽ ആലം, പണ്ഡിതൻ്റെ ഇടർച്ച, പിഴവ്, നാശം അത് ലോകത്തിൻ്റെ നാശമാണ്. സഹോദരങ്ങളെ, നാം ഒക്കെ ഇവിടെ ജീവിക്കുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ട്. മുസ്ലിങ്ങളായ നമുക്കൊരു അടിസ്ഥാന ലക്ഷ്യമുണ്ട്. സ്വർഗത്തിൽ കടക്കണം, നരകത്തിൽ നിന്നും രക്ഷപ്പെടണം, അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കണം. ആ ലക്ഷ്യത്തിൽ നിന്നും നമ്മെ തിരിച്ചു കളയാനും മറപ്പിച്ചു കളയാനും ഒരുപാട് ദുശക്തികളും പ്രേരണ വസ്തുക്കളും ഇവിടെ നിലവിലുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പലപ്പോഴും അതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ അടിസ്ഥാന ലക്ഷ്യത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നാം ഒക്കെ മറന്നു കളയാറുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാം നമ്മുടെ ലക്ഷ്യം അത് കൃത്യമായി നമ്മുടെ ഓരോ മേഖലകളിലും നാം അത് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ഗമനം ഉണ്ടാവേണ്ടത്. പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർ നിർവഹിക്കാതിരിക്കുമ്പോൾ ലോകം തന്നെ അത് ലോകത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കൃത്യവും സത്യവും വ്യക്തവുമാണ്. പണ്ഡിതന്മാർ ഓരോരുത്തരുടെയും അംഗബലം ജനങ്ങളെ കാണിക്കലോ അല്ലെങ്കിൽ ശക്തി പ്രകടനമോ അല്ല അവരിൽ നിന്നും ഉണ്ടാകേണ്ടത്. തെക്ക് നിന്നും വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടുമുള്ള യാത്രകളിലൂടെയൊക്കെ ഓരോ ആളുകളും പ്രസ്ഥാനക്കാരും സംഘടനക്കാരും ഒക്കെ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെയും അംഗസംഖ്യ, ശക്തിപ്രകടനം, അവസാനം അതിൻ്റെ പിന്നാലെ ഓരോരുത്തർക്കും ഉള്ള അല്ലെങ്കിൽ ഓരോ നേതാക്കന്മാർക്കുമുള്ള ഇവിടെ ആര് ഭരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന ഒരവസ്ഥയിലേക്ക് പോലും ജനങ്ങളെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട പണ്ഡിതന്മാർ എത്തി എന്നത് ഒരു ദുഃഖകരമായ സത്യമാണ്. ആരില്ല എന്ന് പറഞ്ഞാലും നിലവിൽ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം അഥവാ പ്രവാചകന്മാരുടെ അനന്തര സ്വത്ത് കൈപ്പറ്റിയവരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഓരോ മേഖലകളിലുമുള്ള ഒരുമിച്ച് കൂടലും അതിലുള്ള പ്രഭാഷണങ്ങളും ഒക്കെ വ്യക്തമായി ഇതവർ തുറന്ന് അടിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സൂചനാരൂപേണയെങ്കിലും നമുക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അവരെക്കാൾ വലിയവർ ഞങ്ങളാണ്, ഞങ്ങളെക്കാൾ വലിയവർ അവരാണ് എന്ന് മാലോകരെ അറിയിക്കൽ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരെങ്കിലും അറിയിക്കലാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. നരകത്തിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹു ഔദാര്യം നൽകിയ അറിവ് പഠിച്ച ആളുകൾ കോടാനക്കോടി സമ്പത്ത് ചെലവഴിച്ച് സമയം ചെലവഴിച്ച് കഷ്ടപ്പെടുകയാണ്. ദുനിയാവിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ വർണ്ണനകളും അതിലുള്ള മേൽമത്തരങ്ങളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ആര് അള്ളാഹുവിനെ അംഗീകരിക്കാതെ മരിക്കുകയും ആ അവസ്ഥയിൽ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ എത്ര ഫണ്ട് പിരിച്ചുണ്ടാക്കിയാലും കാര്യമില്ല. ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബൻ വലവിഫ്തദാ ബിഹി, ഭൂമി മുഴുവൻ സ്വർണവും നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അതെല്ലാം അവൻ ചെലവഴിക്കാൻ തയ്യാറായാലും ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട ആരോഗ്യവും സമയവും
രാഷ്ട്രീയത്തിനു വേണ്ടിയും ഇവിടെയുള്ള മേൽമത്തരത്തിനു വേണ്ടിയും ആളെ കൂട്ടാൻ വേണ്ടിയും ഒക്കെ സമയം ചെലവഴിക്കുന്നത് തീർച്ചയായും അമ്പിയാക്കന്മാരിൽ നിന്നും കിട്ടിയ ആ അമൂല്യ നിധിയെ നശിപ്പിക്കലും നഷ്ടപ്പെടുത്തലും ജനങ്ങളെ അവർക്ക് തോന്നിയ നിലയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലുമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോ പ്രവാചകരുടെ അനന്തിരവരായ മുൻഗാമികളോ അവരിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം ഇല്ല. അവരെല്ലാം അധ്വാനിച്ചത് രാവും പകലും. ദഅഉതു ഖൗമി ലൈലം വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ എന്ന ഒന്നാമത്തെ റസൂൽ അടക്കം പറഞ്ഞത് ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവേ, ഞാൻ എൻ്റെ ജനതയെ രാവും പകലും, അഥവാ പ്രവാചകന്മാർ രാവിലും പകലിലും ഒക്കെ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടേയിരുന്നു നിന്നിലേക്ക് വിളിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട്. എന്തിനു വേണ്ടിയാണ്? കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും ആളുകൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി. അതേ അവർക്ക് ഉദ്ദേശമുള്ളൂ. അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇന്നതാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുമാണ് 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യവാന്മാരായ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചതും. അവർ അങ്ങനെ തന്നെയാണ് അവരുടെ ദഅവത്ത്, അവരുടെ തബ്ലീഗ്, ഈ പ്രവർത്തനം ഈ ഭൂമിയിൽ അവർ നിർവഹിച്ചതും. ഓരോരുത്തർക്കും അവരവരുടേതായ തീരുമാനങ്ങൾ അനുസരിച്ചുള്ള ആളുകളെ കിട്ടാത്തവരുമുണ്ടായിരുന്നു. കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വം. നാം അള്ളാഹുവിനെ പറ്റിയും അവൻ്റെ അഹ്കാമുകളെ പറ്റിയും അവനെ മനസ്സിലാക്കുന്നതിനെ പറ്റിയും ഒക്കെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തുകൊണ്ട്, ആരോഗ്യവും സമയവും എടുത്തുകൊണ്ട് രാപകലെന്ന് വ്യത്യാസമില്ലാതെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് പണ്ഡിതൻ്റെയും അല്ലാത്തവരുടെയും ഉത്തരവാദിത്വം. പക്ഷെ അതെല്ലാം മറന്നു കളഞ്ഞു. നരകത്തിനെപ്പറ്റി ഭയപ്പെടുത്തുക, സ്വർഗത്തിനെപ്പറ്റി പ്രതീക്ഷ വപ്പിക്കുക എന്ന ഒരു രീതിയേ ഇല്ല ഈ യാത്രകളിലൊന്നും. ദിവസങ്ങളോളമായി തെക്ക് നിന്ന് വടക്കോട്ട് യാത്ര ചെയ്യുന്നു, വടക്ക് നിന്ന് തെക്കോട്ടും അങ്ങനെ തന്നെ. ഇതിലൊന്നും ഈ പ്രഭാഷണങ്ങളൊന്നുമില്ല. ഓരോരുത്തരുടെയും കസേരയുടെ വലിപ്പം, ആളുടെ കൂട്ടം, ശക്തി പ്രകടനം, സംഘടനാ വലിപ്പം, ഇതെല്ലാം പറയലല്ലാതെ അള്ളാഹുവിനെ പറ്റിയോ അവൻ്റെ ദീനിനെ പറ്റിയോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന നൈമിഷികമായ ഈ ലോകത്തെ ഈ ജീവിതം ഏത് സമയവും നശിക്കും എന്നതിനെ പറ്റിയോ ഒന്നും ഈ അധ്വാന യാത്രയിൽ ചർച്ചയില്ല. പണ്ഡിതന്മാർക്ക് എന്തു പറ്റി? അവർ ദുന്യാവിൻ്റെ പിറകെ, സമ്പത്തിൻ്റെ പിറകെ, അധികാരത്തിൻ്റെ പിറകെ പോയാലുള്ള ഒരു ദുരവസ്ഥയാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിനു വേണ്ടി നാം അധ്വാനിക്കണം. നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള വഴികൾ എന്തെല്ലാമുണ്ടോ അതൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ടോ അതൊക്കെ ഉപേക്ഷിക്കുകയും പ്രവർത്തിക്കേണ്ടതുണ്ടോ അതൊക്കെ പ്രവർത്തിക്കുകയും വേണം. അതെന്തെന്ന് മനസ്സിലാക്കി തരുന്ന ഉത്തരവാദിത്തമാണ് പണ്ഡിതന്മാരുടേത്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന തീയോ ചൂടോ അല്ലല്ലോ അവിടെയുള്ളത്. റസൂല് പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാറുക്കും ഹാദിഹി അല്ലത്തി യൂഖിദു ഇബ്നു ആദം, മനുഷ്യർ കഞ്ഞിവെക്കാനും ഭക്ഷണം തയ്യാറാക്കാനും അതുപോലെ തന്നെ ഇരുമ്പുരുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന നിങ്ങളുടെ തീയുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം. ജഹന്നം എന്ന നരകത്തിലെ അല്ലെങ്കിൽ നരകത്തിലെ തീയിനെ 70 ഓഹരി ചെയ്തതിൽ ഒരു ഓഹരി കൊണ്ടാണ് ഇവിടെ ഈ ഭൂമിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന തീയുടെ ചൂടുള്ളത്. ബാക്കി 70-ൽ 69
ഇരട്ടിയാണ് നരകത്തിലെത്തി. അതുകൊണ്ടാണ് അള്ളാഹു പല പ്രാവശ്യവും പറഞ്ഞത് ഫത്തക്കുന്നാറല്ലത്തി വഖൂദുഹ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. കാഫിറിന് വേണ്ടി, എന്നെ വിശ്വസിക്കാത്തവന് വേണ്ടി, എന്നെ അംഗീകരിക്കാത്തവർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വച്ചിട്ടുള്ള നരകത്തെ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. അതിൽ എരിക്കപ്പെടുന്നത്, കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഖു അൻഫുസക്കും വഅഹ്ലീക്കും നാറ എന്ന് മറ്റൊരായത്തിൽ കാണാം, തഹ്രീമിന്റെ 6. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ നരകത്തീയിൽ നിന്ന്. ഏതാണ് നരകത്തീ? നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന തീയിൻ്റെ 69 കൂടി മടങ്ങുള്ള മൊത്തം 70 ഇരട്ടിയുള്ള ജഹന്നമിൻ്റെ തീയിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ഇങ്കാനത്തിലെ കാഫിയ, ഓഹോ, ഈ തീ തന്നെ മതിയായതാണല്ലോ, ഉൾക്കൊള്ളാൻ പറ്റുകയില്ലല്ലോ, തൊലിയും മാംസവും ഒക്കെ വെന്തുരുകുമല്ലോ, ഇത് തന്നെ മതിയായതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഫഇന്നഹ ഫുദ്ദിലത് അലൈഹാ ബിത്തിസഅത്തിൻ വസിത്തീന ജുസ്അ. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ ഹദീസാണ്. അള്ളാഹു ഇതിനേക്കാൾ 69 ഇരട്ടി കൂടി ശക്തി അതിന് കൊടുത്തിരിക്കുന്നു. ചൂട് താങ്ങാൻ കഴിയാത്തത്. ഈ തീയിൽ നിന്നും ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തു. അതിനുശേഷം അവർ പോയപ്പോൾ നമുക്കല്ലാഹു നൽകി. അത് വിശദീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് പഠിച്ചവർക്കാണ്. പഠിച്ചവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വരുമ്പോൾ റസൂല് പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം തന്നെ നശിച്ചു. ആ ഒരു നാശത്തിലാണ് സഹോദരങ്ങളെ നാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മസലീവ മസലുക്കും, എൻ്റെയും നിങ്ങളുടെയും ഉദാഹരണം വേറൊരിക്കൽ പറഞ്ഞു, കമസലി റജുലിൻ, ഒരാളെ പോലെയാ, ഔഖദനാറ, അയാൾ തീ കത്തിച്ചു, ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹ, പാറ്റകളും ഉറുമ്പുകളും പ്രാണികളും ഒക്കെ ആ വെളിച്ചം കണ്ട്, ആ വെട്ടം കണ്ട് അതിലേക്ക് വന്ന് വീഴാൻ തുടങ്ങി. വഹുവ യദുബ്ബുഹുന്ന അൻഹ, ആ തീ കത്തിച്ച മനുഷ്യൻ അവകളെ അവയിൽ വീഴാതെ തട്ടിമാറ്റിക്കൊണ്ടേയിരിക്കുന്നു. വാനാഹിദും ബിഹുജുസിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ടിന് പിടിക്കുകയാണ്, മിനന്നാർ, തീയിലേക്ക് വീഴാതെ. അന്തും തഫല്ലതൂന യദയ്യ, നിങ്ങൾ എൻ്റെ കയ്യിലെ തട്ടിമാറ്റിക്കൊണ്ടേയിരിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വവും ദൗത്യവും അതായിരുന്നു. അതവർ കൃത്യമായി നിർവഹിച്ചു. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിപ്രകടനം നടത്തിയിട്ടില്ല. അത് അവരുടെ ലക്ഷ്യവും അല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മജിന്ന, ഉക്കാല, ദിൽമജാസ് പോലെയുള്ള മാർക്കറ്റുകളിൽ ചെന്ന് ഓരോരുത്തരെയുമായി കണ്ടു. പറഞ്ഞത് വേറൊന്നുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ തുഫ്ലിഹു, രക്ഷപ്പെടാം. ഇത് പറയുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചവർ പ്രതിരോധിച്ചത് മജ്നൂനാണ്, ഭ്രാന്തനാണ്, സാഹിറാണ്, സിഹിർ പണിക്കാരനാണ്, കാദിബാണ്, കള്ളനാണ്, ഷായിറാണ്, പാട്ടുകാരനാണ്, അസാത്തീറുൽ അവ്വലീൻ, കാർന്നോന്മാരുടെ കഥകൾ കെട്ടിയുണ്ടാക്കി പറയുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ ആക്ഷേപിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്നും ചെവി കൊടുക്കാതെ വീണ്ടും ഇത് തുടർന്നു കൊണ്ടേയിരുന്നു. ഒന്നേ ലക്ഷ്യമുള്ളൂ, നരകത്തിൽ നിന്നും, കത്തിക്കാളുന്ന ജഹന്നമിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തണം, സ്വർഗപ്രവേശനത്തിന് കാരണമാക്കണം. അതിനുള്ള വഴികൾ എന്തെല്ലാം ഉണ്ടോ അത് മാത്രമേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളൂ. കാരണം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അറിവ് വേണ്ടുന്ന വിധത്തിലെല്ലാം 23 വർഷം കൊണ്ട് ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ പുണ്യപുരുഷന്മാർക്ക് നൽകിയത് അവരുപയോഗിച്ചത് ഏതൊരു മസ്ലക്കിൽ, ഏതൊരു വഴിയിലാണോ അതേ വഴിയിൽ തന്നെ. തൻ്റെ പിതാവിൻ്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് തുടർന്നുകൊണ്ട് ആ മില്ലത്തിലേക്ക് മാത്രം അദ്ദേഹം ആളുകളെ ക്ഷണിച്ചു കൊണ്ടേയിരുന്നു.
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉലമാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി സമുദായത്തെ, ജനങ്ങളെ ഇന്നവരെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരെയും ദഅവത്ത് അള്ളാഹുവിലേക്ക് ചെയ്യാനും അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കാനും അവരുടെ ഈ ഫണ്ടും അവരുടെ ഈ സമയവും അവരുടെ ഈ ആരോഗ്യവും ഒക്കെ ചെലവഴിക്കാനുള്ള സുമനസ് അവർക്ക് നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونادى أصحاب الجنة أصحاب النار أن قد وجدتم ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم حقا قالوا نعم فأذن مؤذن بينهم اللعنة الله على الظالمين. സ്നേഹം ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അഖില ലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഏതെന്ന് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്തെല്ലാമുണ്ടോ, സ്വർഗപ്രവേശനത്തിന് കാരണമുള്ളത് എന്തെല്ലാമുണ്ടോ അത് ഏതെല്ലാം എന്ന് കൃത്യമായി മനസ്സിലാക്കി തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ അറാഫ് അധ്യായത്തിലൂടെ നാളെ സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണത്തെ എടുത്തു പറയുകയാണ്. നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നത്. വനാദാ അസ്ഹാബുൽ ജന്ന, സ്വർഗവാസികൾ വിളിക്കും, അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയവർ. അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും, എല്ലാ മുസ്ലിങ്ങളെയും ഇക്കൂട്ടത്തിലാക്കട്ടെ. അസ്ഹാബൻ നാരി, നരകത്തിൽ കിടക്കുന്ന ആളുകളോട് സ്വർഗവാസികൾ ചോദിക്കും, അൻഖദ് വജദന മാ വഅദന റബ്ബുന ഹഖ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് തരാമെന്ന്, അഥവാ നല്ല മനുഷ്യരായി, നല്ല മുവഹിദുകളായി, നല്ല മുസ്ലിങ്ങളായി, നല്ല മുഅ്മിനുകളായി, നല്ല മനുഷ്യരായി ജീവിച്ചാൽ ഞങ്ങൾക്ക് അള്ളാഹു ഇന്നിന്നതെല്ലാം നൽകാമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഞങ്ങളോട് വാക്ക് നൽകിയ ആ വാഗ്ദാനം ഇതാ ഞങ്ങൾക്കിതാ പുലർന്നിരിക്കുന്നു. ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും, നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് സത്യസന്ധമായി വാക്ക് നൽകിയ ആ വാഗ്ദാനം നിങ്ങൾക്ക് പുലർന്നിട്ടുണ്ടോ എന്ന് നരകവാസികളോട് സ്വർഗവാസികൾ നാളെ ചോദിക്കും എന്ന വിവരം അള്ളാഹു നമ്മെ അറിയിക്കുന്നു. ഖാലൂന, അപ്പോൾ നരകവാസികൾ പറയും, അതെ, ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കാതെ, അനുസരിക്കാതെ, അവൻ്റെ കൽപ്പനകൾ അംഗീകരിക്കാതെ, അവനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചു പോയാൽ നരകമാണ് നിങ്ങൾക്കുള്ളത് എന്ന ആ സത്യസന്ധമായ ആ അറിവ് ഞങ്ങൾക്കിതാ പുലർന്നിരിക്കുകയാണ്. ഫഅദന മുഅദ്ദിനും ബൈനഹും ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. അപ്പോൾ എവിടെ നിന്നോ ഒരു മാലാഖയുടെ വിളികേളം കേൾക്കാം, അക്രമികൾക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന്. വനാദാ അസ്ഹാബുന്നാർ, പിന്നീട് നരകത്തിൽ കിടക്കുന്ന ആളുകൾ വിളിച്ചു ചോദിക്കും, അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൽ താമസിക്കുന്നവരോട്, അനഫീദു അലൈനാ മിനൽ മാ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ, കുടിക്കാൻ നൽകിയ വെള്ളം ഒരു ഗ്ലാസെങ്കിലും, ഒരിറ്റെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് തരുമോ? ഔ മിമ്മാ റസഖക്കുമുല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തിന്നാൻ നൽകിയ പഴങ്ങൾ, ഭക്ഷണങ്ങൾ ഏതെങ്കിലും ഒരല്പം നിങ്ങൾ ഞങ്ങൾക്ക് തരുമോ എന്ന് നരകവാസി സ്വർഗവാസിയോട് ചോദിക്കും. ഖാലു, അപ്പോൾ സ്വർഗവാസികൾ പറയും, ഇന്നല്ലാഹ ഹറമഹുമ അലൽ കാഫിരീൻ,
അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിനെ ധിക്കരിച്ച ധിക്കാരികളായ ആളുകൾക്ക് തീർച്ചയായും അള്ളാഹു അത് രണ്ടും, വെള്ളവും ഭക്ഷണവും, ഹറാമാക്കിയിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. എന്നിട്ട് സ്വർഗവാസി ആരാണോ അള്ളാഹുവിനെ നിഷേധിച്ച, ധിക്കരിച്ച ആളുകൾ എന്ന് വിശദീകരിക്കുക. ആരാ സ്വർഗവാസി വിശദീകരിക്കുക. അല്ലദീന തഖദൂ ദീനഹും ലഹുവൻ വലഇബ, തനിക്ക് അള്ളാഹു നൽകിയ ദീനിനെ ലഹുവും ലഇബും, തമാശയും ഒരു കളിയും ഒരു വിനോദവും ഒരു നേരം പോക്കുമാക്കി, ദീനിന് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വവും പ്രത്യേകതകളും വലിപ്പവും ഒന്നും അതിനവൻ കൊടുത്തില്ല. അപ്പോൾ അല്ല ഇല്ല എന്ന് പറഞ്ഞവർ മാത്രമല്ല ഇവിടെ ഈ ദുരനുഭവം അനുഭവിക്കേണ്ടി വരിക. തനിക്ക് അള്ളാഹു നൽകിയ ദീനിനെ കൃത്യമായ നിലയിൽ മനസ്സിലാക്കി, താൻ അത് പ്രാവർത്തികമാക്കി, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട പ്രകാരം എത്തിക്കാൻ ശ്രമിക്കാതിരുന്ന, അഥവാ ദീനിനെ വില കുറച്ച് കണ്ടവൻ. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല സഹോദരങ്ങളെ. നമുക്ക് ഈ കിട്ടിയ ഉത്തരവാദിത്വം, ഈ വലുപ്പം മറ്റുള്ളവരിലേക്കും നാം എത്തിക്കണം. സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ആരെയും അടിച്ചേൽപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ഒന്നുമില്ല, ചെയ്തുകൊണ്ടേയിരിക്കണം ഈ തബ്ലീഗ്, ഈ റിസാലത്ത്, ഈ ദഅവത്ത്. ദീനിനെ, തനിക്ക് കിട്ടിയ ദീനിനെ ലഹവും ലഇബും, കളിയും തമാശയും വിനോദവും നിസാരവൽക്കരിച്ചു. അവർക്കാണ് അള്ളാഹു സ്വർഗത്തിലെ വെള്ളവും ഭക്ഷണവും ഹറാമാക്കിയത്. എന്നിട്ടോ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ പളവളപ്പും സുഖവും സമ്പത്തും അധികാരവും പ്രതാപവും പ്രശംസയും പ്രശസ്തിയും ഒക്കെ അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതിലവർ സുഖിച്ചങ്ങട് ആറാടി ജീവിച്ചു. എൻ്റെ കീഴെ ഇത്രയാളുണ്ട്, ഞങ്ങൾ പറഞ്ഞാൽ ഇത്രയനുസരിക്കും, ഞാനാണ് ഇവിടത്തെ ഏറ്റവും വലിയ ആള്, ഇന്നാട്ടിൽ ഞാൻ പറഞ്ഞാൽ വേറെ ആരും എന്നെ തള്ളാനില്ല എന്ന ഒരു അഹങ്കാരം, ഒരു വലിപ്പത്തരം. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാ യൗമിഹിം ഹാദാ. തുടർന്ന് അള്ളാഹു പറയുകയാണ്, അന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ നിയമത്തെയും ഈ ദിവസത്തെയും ഒക്കെ മറന്നു കളഞ്ഞതുപോലെ നിങ്ങളെ ഞാനും വിട്ടുകളയുകയാണ്. വമാകാനൂ ബി ആയാത്തിനാ യജ്ഹദൂൻ, എൻ്റെ തെളിവുകളെയും എൻ്റെ ആയാത്തുകളെയും എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ഒക്കെ നിഷേധിച്ച ആളുകളായിരുന്നു അവർ. അവർക്ക് ഇതാണ് നാം കൊടുക്കുന്നതെന്ന് അള്ളാഹു നാളെ പറയുമെന്ന് അഅറാഫ് അധ്യായത്തിലൂടെ വളരെ വിശദമായി അള്ളാഹു ഉദ്ധരിക്കുന്നു. ജാസിയയിലും ഇങ്ങനെ കാണാം, ദാലിക്കും ബി അന്നക്കും ഇത്തഖത്തും ആയാത്തില്ലാഹി ഹുസുവാ, വേറൊന്നുമല്ല നിങ്ങൾ നരകത്തിൽ പോകാൻ കാരണം അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിങ്ങൾ നിസാരവൽക്കരിച്ചു. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിൻ്റെ സുഖം നിങ്ങളെ മതിമറപ്പിച്ചു കളഞ്ഞു. ഫൽയൗമ ലാ യുഖ്റജൂന മിൻഹാ, അതുകൊണ്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. വലാഹും യുസ്തഅ്തബൂൻ, ഒരു ന്യായീകരണവും ഇനി ഞങ്ങളോട് പറയുകയേ വേണ്ട എന്നും അള്ളാഹു പറയും. സഹോദരങ്ങളെ, ചെറിയൊരു കാര്യമല്ല നമുക്ക് അള്ളാഹു നൽകിയ ഈ ജീവിതം എന്നത്, അമൂല്യമാണ്. നമുക്കൊക്കെ അറിയാം ഏത് സമയവും എന്തും സംഭവിക്കാം നമ്മുടെ മരണം എന്നത്. ഇന്ന രോഗിയെ മരിക്കൂ എന്നൊന്നുമില്ല, ഇല്ലാത്തവനും പെട്ടെന്ന് മരിക്കും. നമ്മൾ മാതൃഭാഷ കുഴഞ്ഞു വീഴൂ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അറ്റാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ പ്രഷർ അടിച്ചു എന്ന് പറയും. അള്ളാഹു തീരുമാനിച്ച സമയം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് ഓരോ ദിവസങ്ങളും സമയങ്ങളും ഓരോ മാസങ്ങളും നമ്മിൽ നിന്നും വിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാളത്തെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള സമ്പാദ്യം ആക്കണം നമ്മുടെ ഓരോ സമയങ്ങളും എന്നാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി ദീനിൻ്റേതായ സ്ഥാനവും വലുപ്പവും കൊടുത്ത്, ആഖിറത്തിൻ്റേതായ സ്ഥാനവും വലുപ്പവും കൊടുത്ത്, ദുനിയാവിൻ്റെ നിസാരത അത് നിസാരതയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ, ആഖിറത്തിനു വേണ്ടി അധ്വാനം ചെയ്യേണ്ടത് എന്തെല്ലാമുണ്ടോ അതൊക്കെ ചെയ്യാനും രക്ഷപ്പെടാനും
അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ